അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവ സമയത്ത് ഉണ്ടായ ചില കാര്യങ്ങൾ ആമിന ബീവി വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഇവിടെ വിവരിക്കുന്നത്. ആമിന ബീവി ഗർഭിണിയായ ശേഷം അബ്ദുള്ള എന്നവർ കച്ചവടത്തിനായിട്ട് ഷാമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം രോഗസ്ഥനായി മദീനയിൽ താമസിച്ചു. അവിടെ വെച്ച് ചരമഗതി അടയുകയും ചെയ്തു. ആമിന ബീവിക്ക് 2 മാസം ഗർഭം ആയപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ല, പ്രസവിക്കുന്ന 2 മാസം മുമ്പാണ് എന്നും അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ ശേഷം നുബുവത്ത് ലഭിക്കുന്നത് വരെ പല അസാധാരണത്വങ്ങളും നബിയിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. അവയ്ക്ക് നബിത്വത്തിൻ്റെ അടയാളം എന്ന് അർത്ഥമുള്ള ഇർഹാസ് എന്ന ഒരു പേരും പറയുമായിരുന്നു. അതുപോലെ നിയമാതീത കാര്യങ്ങൾ എന്നർത്ഥമുള്ള ഖവാരിഖുൽ ആദാത്ത് എന്ന ഒരു പേരും പറയാറുണ്ടായിരുന്നു. ഇർഹാസാത്ത് ഗർഭം മുതൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇർഹാസാത്താണ് എന്ന് അസാധാരണത്വത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇർഹാസാത്ത്. ആമിന ബീവി പറയുന്നു, ഗർഭം ധരിച്ച വസ്തു ഞാൻ അറിഞ്ഞില്ല. എന്താ ഗർഭം ധരിച്ചോ എന്നോ ഞാൻ അറിഞ്ഞില്ല. ഗർഭക്ലേശങ്ങൾ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. സാധാരണ നമ്മുടെ സ്ത്രീകൾ ഗർഭിണിയായാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഭക്ഷണത്തിലും ഉറക്കത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ആ കുഞ്ഞിലേക്ക്, തൻ്റെ ഗർഭത്തിലേക്ക് മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. വേറെ ഒന്നും അവർക്ക് ആസ്വദിക്കാനോ ആനന്ദിക്കാനോ കഴിയുകയില്ല. ഗർഭക്ലേശങ്ങളൊന്നും തന്നെ ആമിന ബീവിക്ക് അനുഭവിച്ചിട്ടില്ല എന്ന് ആമിന ബീവി പറയുകയാണ്. ഗർഭിണികൾക്ക് ഉണ്ടാവാറുള്ള വല്ലായ്മകളൊന്നും എനിക്കുണ്ടായിട്ടില്ല, അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ആമിന ബീവി പറയുന്നത്. ഞാൻ മയക്കത്തിലായിരുന്നപ്പോൾ, എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുമ്പോൾ, ഒരു മലക്ക് എന്നെ സമീപിക്കുകയും എല്ലാ സൃഷ്ടികളുടെയും നേതാവിനെയാണ് നീ ഗർഭം ചുമന്നിരിക്കുന്നത് എന്ന് എന്നോട് പറയുകയും ചെയ്തു. ഉറക്കത്തിലും ഉണർച്ചയിലും ഞാൻ അത്ഭുതകരമായ പലതും കണ്ടു, കേൾക്കുകയുമുണ്ടായി. പ്രസവം അടുത്തപ്പോൾ ഒരു മലക്ക്, പ്രസവിച്ചിട്ടില്ല, പ്രസവം അടുത്തപ്പോൾ ഒരു മലക്ക് എന്നെ സമീപിക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയുമുണ്ടായി. അത്ഭുതകരമായ ഒരു പക്ഷി എന്നെ സമീപിക്കുകയും അതിൻ്റെ ചിറക് കൊണ്ട് അത് എൻ്റെ ഹൃദയഭാഗം തടവുകയും ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടുവാൻ അത് പറയുകയും ചെയ്തു. അത് സംസാരിച്ചു. ആ പക്ഷി ഒരു പാനപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ, ഒരു കുടിക്കുന്ന പാത്രത്തിൽ, അത് കോപ്പയാവട്ടെ, നമ്മുടെ സങ്കല്പത്തിൽ എന്തെങ്കിലും ഒരു പാത്രമാവാം, ഒരു പാനപാത്രത്തിൽ പാനീയം ഇറങ്ങി. അതെങ്ങനത്തെ പാനീയമാണെന്നറിയോ? പാലിനേക്കാൾ വെണ്മയുള്ളതും തേനിനേക്കാൾ മധുരമായതും ഉള്ള ഒരു പാനീയമായിരുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് ഇപ്പോൾ ഹൗലുൽ കൗസർ എന്നാണ്. അപ്പോൾ നബിയെ പ്രസവിക്കുന്ന മുമ്പ് തന്നെ നബിയുടെ മാതാവിന് ഹൗലുൽ കൗസർ അല്ലാഹു തആല ഇറക്കിക്കൊടുത്തു. ഹൗലുൽ കൗസറത്തെ ജലം അല്ലാഹു തആല ഇറക്കിക്കൊടുത്തു. ബീവി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ലല്ലോ, നബിയുടെ ജനനത്തിന് മുമ്പല്ലേ. അപ്പോൾ അവർ ഏത് മതത്തിൽപ്പെട്ടതാ? ഇസ്ലാം മതത്തിൽപ്പെട്ടത് തന്നെയാണ്. കാരണം കുലീനതയുള്ള സൽവർത്തികളായ സ്ത്രീകളിലൂടെയാണ് നബിയുടെ പ്രകാശം കടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ തറവാടുകളിൽ ഏറ്റവും നല്ല സ്ത്രീകളിലൂടെയാണ് അവരുടെ ആ പ്രകാശം കടന്നു പോകുന്നത്. സുന്ദരികളായ കുറേ സ്ത്രീകൾ വീട്ടിനകത്ത് കടന്നു വന്നു. ആമിന ബീവിയുടെ വീട്ടിനകത്തേക്ക് കടന്നു വന്നു. അവർ സ്വർഗസ്ത്രീകളായിരുന്നു. അവർ വന്നതോടുകൂടി എനിക്ക് പ്രസവ വേദന ആരംഭിച്ചു. പ്രസവിക്കുന്ന സമയത്ത് ഒരു വേദന ആരംഭിച്ചു. അപ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സ്ത്രീകൾ. ഭയങ്കര പ്രകാശവും ഭയങ്കര ഭംഗിയും ഒക്കെ ഉള്ള സ്ത്രീകളാണ്. അവരങ്ങനെ
അവിടെ നിറഞ്ഞു നിൽക്കുക മുറ്റത്ത്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു വെള്ളപ്പട്ട് നിവർത്തപ്പെട്ടത് ഞാൻ കണ്ടു. ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒന്ന് കിഴക്ക് ഭാഗത്തും ഒന്ന് കഅബത്തിന് മേലെയുമായിട്ടാണ് ആ പട്ട് ഞാൻ കണ്ടത്. അതുപോലെ 3 കൊടികൾ നാട്ടിയതായിട്ടും കണ്ടു. ലോകത്തെ സമസ്താത്ഭുതങ്ങളും എൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചു. എൻ്റെ ദൃഷ്ടിക്ക് എൻ്റെ കണ്ണിൽ കാണപ്പെട്ടു. ലോകം, അതായത് പല കാണാത്ത ലോകങ്ങളും ഇങ്ങനെ കാണുകയാണ്. ഒരു കിടന്ന കിടപ്പിൽ കിടന്നിട്ട്, അല്ലെങ്കിൽ ഇരിപ്പിലിരുന്ന് എന്ന് പറയാം നമുക്ക്. പലതും കാണിക്കപ്പെട്ടു. അങ്ങോട്ട് ചെന്ന് കാണേണ്ട പലതുമാണ് ബീവി നേരിട്ട് കാണുന്നത്. എൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചു എന്ന് പറഞ്ഞത് അതാണ്. ആകാശത്തിൽ നിന്ന് മലക്കുകൾ കൂട്ടമായിട്ട് ഇറങ്ങി വന്നു. അവരും സ്വർഗസ്ത്രീകളും എന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഒരു സ്ത്രീ എന്നെ താങ്ങുകയും തടവുകയും ചെയ്തു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം എന്നിൽ നിന്ന് ബഹിർഗമിച്ചു പുറത്തേക്ക് പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പ്രസവിച്ചു. ഇനിയാണ് നബിയുടെ പ്രസവമുണ്ടായത്. ഗർഭം ചുമന്ന അവസരത്തിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ബീവിക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിക്കുന്ന സമയത്തും മഹാത്ഭുതങ്ങൾ. പ്രസവം എടുക്കാൻ വന്നതോ സ്വർഗത്തിലെ സ്ത്രീകൾ. ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തതോ ഖിയാമത്ത് നാളിന് ശേഷം എല്ലാവർക്കും കിട്ടുന്ന പാനീയം. അതാർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. ഈ ഒരു മഹദിക്ക് മാത്രമാണ് അത് കിട്ടിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന ഒരു 50 ദിവസങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആനിൽ അലം തറ കൈഫ എന്ന് പറയുന്ന സൂറത്തുൽ ഫീലിൽ പറയുന്ന സംഭവമുണ്ടായത്. അബ്രഹത്ത് എന്ന് പറയുന്ന സബാഹിൽ അഷ്റഫ് എന്ന ആൾ യമനിൽ രാജാവായിരുന്നു. അയാൾ ആ കാലത്ത് ആക്രമണപരമായ ഒരു സംഭവം നടന്നു. കഅബ നശിപ്പിക്കാനുള്ള സംരംഭമായിരുന്നു ആ സംഭവം. സൻആ എന്ന സ്ഥലത്ത് ആ രാജാവ് അതിമനോഹരമായ ഒരു കൂറ്റൻ ദേവാലയം പണിയിച്ചു. ഹജ്ജ് മുതലായ കർമ്മങ്ങൾക്ക് അവിടെ വെച്ച് നിർവഹിക്കാനും കഅബ പൊളിച്ചു കളയുവാനുമായിരുന്നു അയാളുടെ തീരുമാനം. അപ്പോൾ കഅബ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. കാരണം കഅബാലയം കൊണ്ട് ഇവർക്കല്ലേ ഇപ്പോൾ സമ്പാദ്യങ്ങളൊക്കെ കിട്ടുന്നത്, ലാഭങ്ങളുള്ളത്. ആ ലാഭങ്ങൾ തനിക്ക് കൊയ്യാൻ വേണ്ടിയിട്ട്, തനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതൊരു കച്ചവട വസ്തുവാക്കാൻ വേണ്ടിയിട്ട് കഅബ പൊളിച്ചു കളയാനും അവിടെ പുതിയ ദേവാലയം പണിത് അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുമായിട്ട് അയാൾ തീരുമാനിച്ചു. ചരിത്രപ്രസിദ്ധമായ ഒരു വെള്ള ആനയും ധാരാളം ആനകളും ഉണ്ടായിരുന്നു ആ വെള്ള അവരുടെ സംഘത്തിൽ, ഇത് പൊളിക്കാനായിട്ട് പറഞ്ഞയച്ച സംഘത്തിൽ. ആ ആനയെയും 1000ഓളം ആനകളെയും ആയുധധാരികളായ ഒരു സേനാ വിഭാഗത്തെയും കൂട്ടിക്കൊണ്ട് കഅബ പൊളിക്കുവാനായി അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ വിവരം അറിഞ്ഞപ്പോൾ മക്കക്കാർ വല്ലാതെ പരിഭ്രമിച്ചു. കഅബ പൊളിക്കാതിരിക്കാനായിട്ട് അവിടുത്തെ ഖജനാവിൻ്റെ മുതലിൻ്റെ 1/3 ഭാഗം അവനിക്ക് കൊടുക്കാമെന്ന്, അതായത് അഷ്റഫ് രാജാവിന് കൊടുക്കാമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. പക്ഷേ അഹങ്കാരിയായ അഷ്റഫ് രാജാവ് അത് സമ്മതിച്ചില്ല. മക്കക്കാർ അഷ്റഫ് രാജാവിൻ്റെ ആ ആയുധശക്തിയുടെ മുമ്പിൽ വിറങ്ങലിച്ച് നിന്നു. കഅബ പൊളിക്കുവാനായിട്ട് അഷ്റഫ് രാജാവ് തൻ്റെ സമർത്ഥനായ വെള്ള ആനക്ക് ആജ്ഞ നൽകി. ആ ആന കഅബ പൊളിക്കുവാൻ എന്ന ഭാവത്തിൽ ശക്തിപൂർവം കഅബയുടെ അടുത്തേക്ക് ആഞ്ഞടുത്തു. പക്ഷേ കഅബയെ സ്പർശിക്കാതെ നിർവീര്യമായിട്ട് അത് പിന്നോട്ട് തന്നെ വലിഞ്ഞു. അത് കണ്ടപ്പോൾ അഷ്റഫ് രാജാവും അയാളുടെ സേനാഗണവും അമ്പരന്നുപോയി. അവർ കഅബ പൊളിക്കുക എന്ന ശ്രമത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് പിൻവാങ്ങി. അഷ്റഫ് രാജാവിൻ്റെ പട്ടാളക്കാർ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെ ബലാത്കാരമായിട്ട് പിടിച്ചെടുത്തു. അബ്ദുൽ മുത്തലിബ് ഒന്നുകിൽ യുദ്ധത്തിന് തയ്യാറാവുക, അല്ലെങ്കിൽ നാട് വിട്ട് പോയിക്കൊള്ളണം എന്നതായിരുന്നു രാജാവിൻ്റെ ഉദ്ദേശം. പക്ഷേ അബ്ദുൽ മുത്തലിബ് അത്
രണ്ടിനും സമ്മതിച്ചില്ല. അദ്ദേഹം രാജാവിനെ നേരിട്ട് ചെന്ന് കാണുവാൻ തീരുമാനിച്ചു. അനുരഞ്ജന സംഭാഷണത്തിനായിട്ട് രാജാവിനെ സമീപിച്ചു. അബ്ദുൽ മുത്തലിബിനെ രാജാവിൻ്റെ വെള്ളാന വണങ്ങുകയും താങ്കളുടെ മുഖത്ത് പ്രോജ്വലിക്കുന്ന ആ ഒളിവ് ആരുടേതാണോ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് വ്യക്തമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. അത് തന്നെ അബ്ദുൽ മുത്തലിബിന് വല്ലാത്തൊരു അത്ഭുതമായി. രാജാവ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക്, തൻ്റെ പ്രതിയോഗിയുടെ അടുത്തേക്കാണ് ഇറങ്ങി വരുന്നത്. അബ്ദുൽ മുത്തലിബിനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. കാരണം ഇങ്ങനത്തെ അത്ഭുത സംഭവങ്ങളോടെ ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. തന്നോടൊപ്പം ഇരുത്തുകയും തന്നോടൊപ്പം തൻ്റെ സീറ്റിൽ ഒപ്പം ഇരുത്തുകയും അല്ലെങ്കിൽ തൻ്റെ മുഖാമുഖം ആയിരിക്കും ഇരുത്തുകയും ചെയ്തു. അറബി ഭാഷ അറിഞ്ഞുകൂടാതെ രാജാവും അബ്ദുൽ മുത്തലിബും തമ്മിൽ ഒരു മധ്യവർത്തിയുടെ സഹായത്തോടു കൂടി സംഭാഷണം ആരംഭിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ ആഗമനത്തിൽ എന്താണ് ഉദ്ദേശം എന്ന് രാജാവ് അന്വേഷിച്ചു. എൻ്റെ ഒട്ടകങ്ങളെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് പൊട്ടിച്ചിരിച്ചു. എന്താ കാരണമെന്നറിയോ? കഅബയെ ആക്രമിക്കുവാനുള്ള എൻ്റെ പുറപ്പാടിൽ നിന്ന് യാതൊരു ആക്ഷേപവും ഉന്നയിക്കാതെ തൻ്റെ ഒട്ടകങ്ങളെ വിട്ടുവാങ്ങുവാൻ വേണ്ടി മാത്രം എന്നെ സമീപിച്ച ഈ മനുഷ്യനെ പറ്റിയാണോ ബുദ്ധിമാനെന്നും തന്ത്രശാലി എന്നും മറ്റും നിങ്ങൾ പ്രശംസിച്ചത് എന്ന് രാജാവ് മറ്റുള്ളവരോട് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇപ്രകാരം മറുപടി പറഞ്ഞു: രാജാവേ, ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ്. കഅബയുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് കഅബയുടെ ഉടമസ്ഥൻ അള്ളാഹു സർവശക്തനായ രക്ഷിതാവ് മാത്രമാണ്. ഇത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ വാചാലതയെ രാജാവ് വാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളെ വിട്ടുകൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. അതോടൊപ്പം കഅബ പൊളിക്കാൻ പട്ടാളത്തിന് ആജ്ഞ നൽകുകയും ചെയ്തു. അഷ്റഫ് രാജാവിൻ്റെ പട്ടാളം കഅബക്കു നേരെ നീങ്ങി. അബ്ദുൽ മുത്തലിബ് കഅബയെ രക്ഷിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. വെള്ള ആനയെ കഅബത്തിന് നേരെ നീക്കുവാൻ പട്ടാളക്കാർ നടത്തിയ ശ്രമങ്ങൾ ഫലപ്പെട്ടില്ല, പരാജയപ്പെട്ടു. അപ്പോഴേക്കും നാട്ടുപക്ഷികളോ അല്ലെങ്കിൽ കാട്ടുപക്ഷികളോ അല്ലാത്ത ഒരു കൂട്ടം അത്ഭുത പക്ഷികൾ കൊക്കിലും കാലിലും ചെറിയ ചെറിയ കല്ലുകളുമായി അവിടെ പറന്നെത്തി. ആ കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ആ പക്ഷികൾ അഷ്റഫ് രാജാവിൻ്റെ സൈന്യത്തെ കൊന്നൊടുക്കി. എല്ലാവരും കൊല്ലപ്പെട്ടു. അലം തറ കൈഫ എന്ന സൂറത്തിൽ ഇത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് നബിയുടെ ജന്മം, നബി ജനിക്കുന്നതിന് മുമ്പുള്ളതും നബി ജനിക്കുമ്പോഴുള്ള ആ സംഭവങ്ങളുമാണ്. നബി ജനിച്ച ശേഷമുണ്ടായ സംഭവങ്ങൾ ഇനി ഒരുപാട് പറയുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ കാണാം.